വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. കുറച്ച് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. വേറെ ഒന്നല്ല, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ പ്രൊമോഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊമോഷൻ വർക്ക് എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇങ്ങനെ പ്രൊമോഷൻ വർക്ക് ചെയ്യുമ്പോൾ അത് വെറുതെ ചെയ്ത് കൊടുക്കുകയാണോ, ഫ്രീ ആയിട്ടാണോ ചെയ്ത് കൊടുക്കുന്നത്, അതിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ടോ, കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് സമീപിച്ചിട്ടാണോ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നത്, അങ്ങനെ കുറേ ഡൗട്ടുകൾ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അത്. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഞാൻ വീഡിയോ അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൊളാബ് ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ തന്നെ യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുക, അല്ലെങ്കിൽ യൂട്യൂബ് വഴി എങ്ങനെയാണ് ഈ പ്രൊമോഷൻ വർക്ക് കിട്ടുന്നത്, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ യൂട്യൂബിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില കമ്പനികൾ അവരുടെ പ്രൊഡക്റ്റിന് വേണ്ടി പ്രൊമോഷൻ ചെയ്യാനായിട്ട് നമ്മളെ സമീപിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ യൂട്യൂബ് ചാനലാണ്. അതിനുശേഷമാണ് ഞാൻ ഇൻസ്റ്റ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് യൂട്യൂബിൽ. എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന്, ചിലവർക്കൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നിരന്തരമായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് പ്ലസ് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, അതിൻ്റെ കൂടെ നമുക്ക് ഒരു 4000 വാച്ച് അവേഴ്സ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള ഒരു ഇൻകം നമുക്ക് അതുവഴി ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമതാണ് ഞാൻ ഇൻസ്റ്റ അതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് നിലവിൽ എനിക്ക് ഇൻസ്റ്റയെ സംബന്ധിച്ചിടത്തോളം ഫോളോവേഴ്സൊക്കെ ആയി വരുന്നുള്ളൂ. പക്ഷേ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഇൻസ്റ്റ അക്കൗണ്ടിൽ നിങ്ങൾ ഇടുന്ന വീഡിയോസിന് വ്യൂസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊമോഷൻ വർക്കുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇൻസ്റ്റ വഴിയോ യൂട്യൂബ് വഴിയോ മെസ്സേജ് ത്രൂവോ അല്ലെങ്കിൽ മെയിൽ ത്രൂവോ നമുക്ക് ഒരു അറിയിപ്പ് ഉണ്ടാവും. അതായത് അവരുടെ ഒരു പ്രൊമോഷൻ നമുക്ക് ചെയ്തു കൊടുക്കണം, അവരുടെ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു പ്രൊമോഷൻ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ പലരും പല പോലെ ആയിരിക്കും പറയുന്നുണ്ടാവും. ചിലപ്പോൾ ചിലർ ഹൈലൈറ്റ്സ് ആയിരിക്കും പറയുക, ചിലർ സ്റ്റോറി ആയിരിക്കും പറയുക, റീൽസ് ആയിരിക്കും പറയുക. പലരുടെയും ആവശ്യം പലതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുക. ഇപ്പോൾ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ പ്രൊമോഷൻ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരിക്കും നമ്മളെ ഈ ഒരു കാര്യം പറഞ്ഞ് സമീപിക്കുക. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് അവരുടെ അടുത്ത് പറയാം. ചില കമ്പനികൾ അവരൊരു നിശ്ചിത റേറ്റ് അവർ തന്നെ നമ്മളോട് ഇങ്ങനെ പറയും. അപ്പോൾ നമുക്കത് ഓക്കെയാണ്, അവർക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് ആദ്യം തന്നെ നമ്മൾ പറയണം. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പുകൾ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി പോകുന്ന ചില ഷോപ്പുകളുണ്ടാവും. അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവരോട് ചോദിക്കുക. അവരുടെ പെർമിഷനോട് കൂടി തന്നെ നമ്മൾ ആ ഷോപ്പിൻ്റെ റീലുകളോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളുടെ ഇൻസ്റ്റ വഴി അവർക്ക് കൊളാബ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി ചിലപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ആ വീഡിയോയിൽ വ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ നമ്മളെ രണ്ടാമത്തെ വിളിക്കും, ഇങ്ങനെ നമ്മളുടെ ഒരു ഷോപ്പിൻ്റെ ഒരു വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് നമുക്ക് നല്ലൊരു മാർക്കറ്റിംഗ് ടാക്ടിക്കാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് പല രീതിയിലുള്ള പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നുള്ളൊരു ഇൻകം, ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പുറത്ത് കാക്കയുടെ കരച്ചിൽ. അത് നിങ്ങൾ ആരും മൈൻഡ് ചെയ്യണ്ട. കണ്ടില്ലേ, ഞാൻ എപ്പോൾ വീഡിയോ എടുത്താലും ഇത് തന്നെയായിരിക്കും എൻ്റെ അവസ്ഥ. അതൊന്നും മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റ ആയാലും എന്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏർണിങ് പെട്ടെന്ന് ഈസി അല്ല. അത് ചിലർക്ക് പെട്ടെന്ന് 6 മാസം കൊണ്ടൊക്കെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനും പെട്ടെന്ന് തന്നെ ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റും. എന്നെ സംബന്ധിച്ച് രണ്ടും നല്ല ബുദ്ധിമുട്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഫോളോവേഴ്സ് കൂടി വന്നതൊക്കെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ ആദ്യമൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ ഞാനിടുന്ന വീഡിയോസിന് എനിക്ക് തോന്നുന്നു ആദ്യമൊക്കെ ഒരു 30-40 വ്യൂസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അത് മാറ്റമുണ്ട്. അത് മാറി വരും, സമയമെടുക്കും. എന്ത് തന്നെ ആയാലും ഹാർഡ് വർക്കാണ് ഇതിൻ്റെ പിന്നിലൊക്കെ. പിന്നെ ഒരു കാര്യം എന്നോട് കുറച്ച് പേര് ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ചേച്ചി ഈ ഷോപ്പിലൊക്കെ പോയി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, അവരൊക്കെ നോക്കില്ലേ? എല്ലാവരും നോക്കും. പക്ഷേ വീഡിയോ ആരൊക്കെ വേണ്ടത് നമുക്കല്ലേ. അപ്പോൾ നമ്മളതിന് ഹാർഡ് വർക്ക് ഇടണം. അതിൻ്റെ പിന്നിൽ ആൾക്കാർ എന്താ വിചാരിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഇൻസ്റ്റ ഏതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയാലും ഫേസ്ബുക്ക് ആയാലും ഏതായാലും നിങ്ങൾ വീഡിയോസ് ആദ്യം ഇടുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിൻ്റെ
കമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരിക. ഒന്നിനെയും പരിഗണിക്കരുത്. ഈ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് നമ്മളെ മാക്സിമം തളർത്താൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഏതൊരു യൂട്യൂബർ ആയാലും സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ചാനൽ തുടങ്ങി അതിൽ വീഡിയോസ് ഇടുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും കൂടുതൽ വരിക. പക്ഷേ നമ്മളൊന്ന് സക്സസ് ആയി നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാലാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം പോസിറ്റീവ് ആവും. നമ്മുടെ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. വീഡിയോസ് ഇട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ആൾക്കാർ എന്ത് വിചാരിക്കുന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കുക. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിൽ നിന്നൊരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആദ്യം മാറ്റിയെടുക്കുക. എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം ചാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഞാനും ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്കും ഒരു ചമ്മലുണ്ടായിരുന്നു. പക്ഷെ പോകെ പോകെ അത് നമ്മളുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു ചമ്മലങ്ങും പോയി കിട്ടും. പിന്നെ മറ്റൊരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മ്യൂസിക്കിലും കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ശബ്ദം നല്ലപോലെ ശ്രദ്ധിക്കുക. ശബ്ദത്തിലൊരു പതർച്ചയോ കാര്യങ്ങളൊന്നും പാടില്ല. ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരിക്കണം നമ്മളുടെ വോയിസ് റെക്കോർഡിങ്ങിൻ്റെ ടൈമിലായാലും എപ്പോഴും. അതുകൊണ്ട് തന്നെ വോയിസ് നിങ്ങൾ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയായിട്ടും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.